ഹലോ ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനും പപ്പയും ജയ്സാങ്കളും അക്കുമ്മയൊക്കെ കൂടെ ഒന്ന് തോട്ടിലൊന്ന് ഫിഷിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കരിമീനും പിലോപ്പിയൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ പിടിച്ചിട്ടാണ് അപ്പാപ്പടെ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. പപ്പ വഞ്ചിയൊക്കെ തുഴഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കളത്തറച്ചാലിൻ്റെ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ടാണ് വലയിടുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തോ പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയേക്കണ പിള്ളേരെ കൊണ്ട് വന്നേക്കണത് ഈ ചാലിൻ്റെ പേരാണ് കളത്തറച്ചാൽ എന്ന് പറയും. അതായത് മുണ്ടമ്പേലി കാട്ടിപ്പറമ്പ് എന്ന് പറയുന്ന ചാലാണ്. അവിടെയാണ് നമ്മൾ ഫിഷിങ്ങിന് വന്നേക്കണേ കേട്ടോ. നമ്മുടെ സ്ഥലമൊക്കെ ഏകദേശമൊക്കെ എത്താറായിട്ടുണ്ട്. എത്തിയിട്ട് നമുക്ക് മീനൊക്കെ പിടിച്ചിട്ട് ബാക്കി കാണാം. അപ്പം നമുക്ക് വല കിട്ടുമ്പോൾ കുറേ മീൻ കിട്ടും. കരിമീൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എല്ലാ സാധനവും ഉണ്ടാവും. രണ്ടുണ്ടാവോ? രണ്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ നീർനായ ഉണ്ടാവും. പപ്പയും ജയ്സാങ്ക അങ്ങനെ മീനിന് ഒന്ന് അനക്കണമല്ലോ. കാടൊക്കെ ഒന്ന് അനക്കിയാലേ മീനൊക്കെ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ അങ്ങനെ അനക്കാനായിട്ട് പപ്പയും ജയ്സാങ്കയും കൂടി അങ്ങോട്ട് പോകണേണ്. അപ്പോൾ ഞാനും അക്കും കൂടെ അവിടെ ഒറ്റക്കായിരുന്നു. ഈ മീനുകളൊക്കെ സാധാരണ ഒളിച്ചിരിക്കണത് ഈ ചെടികളുടെ ഈ കാടുകളുടെയൊക്കെ അരികിലൊക്കെ ആയിരിക്കും ഇരിക്കണത്. അപ്പോൾ അവിടെ പോയിട്ടൊക്കെ നിൽക്കണേണ്. അപ്പോഴേക്കും നമ്മുടെ ജയ്സാങ്ക വല എടുക്കാൻ തുടങ്ങി. നേരത്തെ ഇട്ടിച്ച വലയൊക്കെ ഒന്ന് എടുക്കാൻ തുടങ്ങി. ആദ്യത്തെ ഇതിൽ തന്നെ 2-3 മീനെ പിലോപ്പിയൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് നോക്കാം. രണ്ട് കരിമീനും 21 പിലോപ്പി. ഗായ്സ്, അപ്പോൾ നമുക്ക് 21 പിലോപ്പിയും നമ്മുടെ ആര്യക്കാർക്കുണ്ട് ഇവിടെ. അപ്പോൾ അതെ 21 പിലോപ്പിയും 2 കരിമീനും നമുക്ക് ഒറ്റ വലക്ക് കിട്ടി. ഇനി നമ്മൾ 3 വലയും കൂടി വെക്കും. 3 വലയും കൂടി വെച്ചിട്ട് നമ്മൾ പോകും. അപ്പോൾ എന്താ കിട്ടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. അതിനു മുമ്പ് പപ്പയും ജയ്സാങ്കയും കൂടെ വെള്ളത്തിലിറങ്ങിയിട്ട് കുറച്ച് കരിമീനും പിലോപ്പിയൊക്കെ കൈകൊണ്ട് തന്നെ പിടിക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രണ്ടാമത് വല നീട്ടാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അവർ അതിന് മുമ്പ് പിടിച്ചോണ്ടിരിക്കണ നേരത്തെ തന്നെ അവർ ഇട്ടായിരുന്നു. എന്നിട്ട് അവർ പിടിക്കണം. രണ്ടാമത്തെ വല പിടിക്കാൻ പോവുകയാണ്. ഈ രണ്ടാമത്തെ വലയിൽ കിട്ടുന്നത് ഇത്രയും പിലോപ്പികളാണ്. അപ്പം നമുക്ക് ലാസ്റ്റ് എത്തണുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ രണ്ടാമത്തെ വല കിട്ടി ഇത്രയും മീനാണ്. 23 4 കരിമീനും 23 പിലോപ്പി. 23 പിലോപ്പി 4 കരിമീനും. കാച്ചിങ് ഇതാണ് കൂടുതൽ. വെള്ളത്തിൽ കെട്ടി വെച്ചിട്ടുണ്ടായി. 21 പിലോപ്പി 2 കരിമീനും. ഇത് രണ്ടാമത്തെ കിട്ടി 23 പിലോപ്പിയും 4 കരിമീനും. ഇതാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ പണി മതിയാക്കി ഗൈസ്. ഇത്രയും പിലോപ്പിയാണ് നമ്മൾ ഇതിന് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാം അല്ലേ ആക്കൂ? ഓക്കെ. ഇതെല്ലാം കൂടി മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകാൻ പോണത്. അപ്പോൾ ഇത്രയൊക്കെ. ബൈ.